എടാ മുത്തു, ആ നൻപാ പറയടാ. നീ എവിടാ? എടാ നീ അയച്ച ലൊക്കേഷനിൽ എത്തി ഞാൻ. എടാ അവിടെ ഒരു ഫ്ലോർ മില്ലുണ്ട്, ഫ്ലോർ മില്ല്. എടാ ഞാൻ 4-ലാ നിക്കുന്നേ. ഫ്ലോറല്ല കിഴങ്ങ, അവിടെ ഒരു ഫാക്ടറി ഉണ്ട്, ഫാക്ടറി. മില്ല് മില്ല് എടാ അവിടെ താഴെ ഉണ്ടോ നോക്കടാ, താഴെ. ഇവിടെ ഒരു ഗേറ്റ് അടച്ചിട്ട് ഒരു ഗേറ്റ് ഉണ്ട്. അല്ല ഇവിടുന്ന് എങ്ങോട്ടാ? അവിടുന്ന് ഇങ്ങോട്ട്. അങ്ങോട്ടല്ലേ? എടാ ഇങ്ങോട്ടേ ഒരു 300 രൂപ അവിടെ ഒരു 300 രൂപ. ഇങ്ങോട്ടോ? ഇങ്ങോട്ട്. എടാ ആ എടാ അങ്ങോട്ടല്ലടാ ഇങ്ങോട്ട്. ആ എടാ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ കറക്റ്റ് പറ. എടാ നീ നിക്കുന്നല്ലേ ഇങ്ങോട്ട്. എടാ എടാ കേക്കത്തില്ലടാ നിനക്ക്, ഇങ്ങോട്ടടാ. എടി എങ്ങോട്ടാടി? ഇങ്ങോട്ട് മനുഷ്യ കുറെ നേരം അങ്ങോട്ടും എടാ ഇങ്ങോട്ടല്ലേ? എടാ അങ്ങോട്ടല്ലടാ ഇങ്ങോട്ട്. എടാ എനിക്ക് മനസ്സിലാവില്ല നീ ഇത് എങ്ങോട്ടാ പറയുന്നേന്ന്. വഴി പറഞ്ഞു. എടാ നീ അത്യാവശ്യം ഇട്ടടാ ഇങ്ങോട്ട്. എടാ അങ്ങോട്ടോന്ന് പറയുമ്പോ ഇത് ഈ വശത്തോട്ടാണോ ഈ വശത്തോട്ടാണോ? അങ്ങോട്ടല്ലടാ ഇങ്ങോട്ട്. ഒരു കാര്യം ചെയ്യ്, നീ അവിടെ നിൽക്ക്, ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം. ശരി ഇട്, പെട്ടെന്ന് ഇട്. അല്ലേ നീ വാ ഇങ്ങോട്ട്. ഇവിടെ ഞാൻ ലൊക്കേഷൻ അയക്കോ, നീ എന്തോ ഇട്ടെടുത്ത കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നേ? അല്ല എനിക്കൊരു 300 രൂപ ഇട്ട് തരാൻ വേണ്ടിട്ട് കൂട്ടുകാരനെ വിളിച്ചായിരുന്നു. എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. അല്ലേക്ക് ഡെയിലി ഇഷ്ടം പോലെ കാശ് കിടക്കുന്ന പോലെ ആണല്ലോ പറച്ചില്ല. കട്ട് കിട്ടു പോയി. നിന്റെ ഉണ്ടാവും അവിടെ ഒരു 300 രൂപ. ആ ഞാൻ 300 രൂപ ഇനി തരാം. അല്ല എനിക്ക് പേപ്പർ മേടിക്കാനെന്ന്, എന്തോ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിട്ട്. സ്ക്രിപ്റ്റിന്റെ പേപ്പർ. ആ ഒരുമാതിരി മറ്റേടത്തെ പരിപാടി കാണിക്കരുത് കേട്ടോ. അതിനടാ നീ കാബൂളിയുടെ സ്ക്രിപ്റ്റും കൊണ്ട് അതിനടുത്തോട്ട് പോയിട്ട് എന്നെ അല്ലേ നാണം കെടുത്തിയത്? എടാ കോപ്പി അടിക്കുന്ന ആദ്യത്തെ മനുഷ്യനെന്നല്ല ഞാൻ. ഇവിടെ മലയാള സിനിമയിലാണല്ലോ ഏത് ഫിലിമിലാണെങ്കിലും എല്ലാവരും കൊറിയൻ ലാംഗ്വേജ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തന്നെ അടിച്ചു മാറ്റുന്നത്. പിന്നെ ഈ അടിച്ചു മാറ്റുന്നതിന് ഒരു കഴിവ് വേണം. ഇപ്പൊ ഈ സാമാനം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടന്നോ? എടാ നമ്മൾ ട്രൈ ചെയ്യുമല്ലേ, നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് ചെയ്യുന്നു. ചിലത് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവൂല. ഞാൻ ചെലവും തന്ന് 2-3 മാസം കണ്ട് നീ ആ വീട്ടിലും താമസിച്ചു ആ പരിപാടി എന്റെ അടുത്ത് ഞാൻ ഒറ്റ ഒരെണ്ണം തന്നു കഴിഞ്ഞോട്ടല്ലോ. എന്നാണ് നീ അങ്ങനെ പറയുന്നത്? ഞാൻ നിനക്കൂടെ ഗുണം ഉണ്ടാവാൻ വേണ്ടിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്കൂടെ കൊണ്ടുപോകണ്ട. ഇറങ്ങിയ സിനിമയുടെ കഥ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും സിനിമയാകുമോ? എടാ എടാ പണ്ട് പോലെ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് അടിച്ചു വരുന്നുണ്ട്. പഴയ സിനിമയല്ലേ? നീ അയാളെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചേച്ചു റിപ്പീറ്റ് ആയിട്ട് നമുക്ക് രണ്ടാമത് ഈ പടം കൂടെ ഒന്നുകൂടെ ചെയ്യാൻ. നീ ഇറങ്ങിക്കോ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങി, നീ പ്രാന്ത് പിടിച്ചിരിക്കുക. നീ പോ, ഇറങ്ങിപ്പോ. എടാ കോപ്പി അടിക്കുന്ന ഇവിടെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. പല മ്യൂസിക് ഡയറക്ടർമാരും ഇപ്പോഴും കോപ്പി അടിക്കുന്നുണ്ട്. നീ അതിനൊന്നും കുറ്റം പറയുന്നില്ല. അവർക്കെല്ലാം വർക്കുണ്ട്, നമുക്ക് വർക്കുണ്ടോ? നമ്മുടെ കാര്യം നടന്നോ ഇല്ലയോ? എടാ നല്ലൊരു വർക്ക് കാണുമ്പോഴല്ലേ നമുക്കത് എടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ പറഞ്ഞു വെച്ച് നിനക്ക് 3 മാസം ചെലവും തന്നേച്ച് നിന്നെ എവിടെ താമസിപ്പിച്ചു? നിനക്ക് എന്റെ പെണ്ണുപിള്ളയുടെ ആഹാരം പോരാന്ന് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി കുക്കിനെ കൂടെ അവിടെ കൊണ്ട് നിർത്തി. ആണോ? ഒരു മര്യാദ വേണോ നിനക്ക്? ആ കൊച്ചിയർക്കൻ്റെ അടുത്ത് തന്നെ വിളിച്ചോണ്ട് പോയിട്ട് നാണം കെട്ടിയോ നീ? ആണോ? അല്ല ഞാൻ എന്ത് ചെയ്യാനടാ, ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി അതിപ്പോ ഇങ്ങനെ വേറൊരു ഇതിൽ നിന്ന് എടുത്ത് ഇപ്പൊ ഇത്ര വലിയ തെറ്റാണോ? എനിക്കെന്നാ പിന്നെ അവരുടെ കോപ്പി ചെയ്തേച്ച് കൊണ്ട് കാണിച്ചാൽ പോരായിരുന്നു. നിന്നെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ? ചെല്ലും കൊടുത്തേച്ച്. എടാ ഇതിവിടെ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നുമല്ലോ. നീ കൂടുതൽ ഡയലോഗ് ഒരിക്കലും ഇറങ്ങിപ്പോ. എടാ മലയാള സിനിമയിലെ എല്ലാ ആൾക്കാരും കൊറിയൻ സിനിമയെന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അടിച്ചു മാറ്റിയാണ് സിനിമകൾ ചെയ്യുന്നത്. നീ കൊറിയൻ സിനിമയാണ് എഴുതി വെച്ചത്. നീ മലയാള സിനിമ തന്നെ ചെയ്തു വെച്ചാലല്ലേ കോപ്പി ചെയ്ത് വെച്ചത്? മലയാള സിനിമയിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ല. മ്യൂസിക് ഡയറക്ടർമാരൊക്കെ പണ്ട് പോലെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നീ ഇറങ്ങിപ്പോ. ഞാൻ ഇറങ്ങി പോവുക. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുക. അല്ലേലും ഇറങ്ങി. ഞാൻ ഇതിനേക്കാളും നല്ല സ്ക്രിപ്റ്റുമായിട്ട് ഞാൻ ഇനി വരത്തുള്ളൂ ഇങ്ങോട്ട്. വരണം. നീയൊക്കെ കൊതിക്കുന്നതിലുള്ള സ്ക്രിപ്റ്റ് എഴുതാൻ എനിക്കറിയാം. അതിനുള്ള കഴിവുണ്ട്. എടാ നീ നിന്റെ കഴിവ് ഇതേവരെ തെളിയിച്ചിട്ടുണ്ടോ? കഴിവ് തെളിയിക്കാൻ വേണ്ടി നീ സ്ക്രിപ്റ്റ് കൊണ്ടു വന്നിട്ടല്ലേ ഞാൻ ഡയറക്റ്റ് ചെയ്ത് കാണിക്കേണ്ടത്? അതാണ് നിന്റെ കഴിവ് നിനക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. നീ സ്ക്രിപ്റ്റ് കൊണ്ടുവാ, ഞാൻ ഡയറക്റ്റ് കാണിക്കാം. നീ സ്ക്രിപ്റ്റ് കൊണ്ടുവാ. 3 മാസം നീ ഇവിടെ ഇന്ന് ചെലവും കൊടുത്തേച്ച് ആ ദേവസ്യം വിളിച്ചെടുത്ത് കാശും കൊടുത്തേച്ച് എത്ര രൂപ എന്റെ മുടക്കണ? ഓ ആയിക്കോട്ടെ, ശരി എന്നാ കാണാം. വിട്ടോണം നീ. സ്ക്രിപ്റ്റും കോപ്പൊന്നും പറഞ്ഞ് ഇതിനകത്ത് കയറിയിരിക്കരുത്. നാട്ടിലുള്ളവരുടെ അടുത്തെല്ലാം കൊണ്ട് കാണുന്നത് നാണം കെടുത്താന്. മേലെ അതിനകത്ത് കയറിയിരിക്കരുതുള്ള കാര്യം ഞാൻ പറഞ്ഞു. വിട്ടോ. ഓണറൊക്കെ പോട്ടെ, അത്രമാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. ആ പിന്നെ ഞാൻ ഓർത്തത്, ഇവിടെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിളമ്പിത്തരാം. കൂടെ വരുന്നിട്ടേ. എടാ എന്താ വാടാ പ്രശ്നം? എടാ നിനക്കറിയാവോ ഈ കഥ എഴുതി എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറെ കാണാൻ പോയി ഞാൻ പറഞ്ഞില്ലയോ? ആ പ്രൊഡ്യൂസറെ കാണാൻ പോയിട്ട് ഈ മരമൊണ്ണ എവിടെ നിന്ന് മറ്റേ കാബൂളി വലയുടെ കഥ പറഞ്ഞു. ശരി. അതാണെങ്കിൽ ഒരു നരുന്ന് പിടിച്ച ഒരു ചെറുക്കൻ. ആ ചെറുക്കൻ എന്റെ മോന്തയ്ക്ക് നോക്കി വെച്ച് പറയാ, ഇവിടെ നേരെ കണ്ട് കഴിഞ്ഞിട്ടല്ലോ വെട്ടി തുണ്ടുവാക്കി കളയുമെന്ന്. എടാ അത് ചെറിയ കേസ് കേട്ടല്ലേ, അതിനിപ്പോ അവനെ അങ്ങനെ വഴക്ക് പറയേണ്ട കാര്യമുണ്ടോ? ചെറിയ കേസ് കേട്ടോ. എടാ ഇത്രയും നമ്മൾ പ്രതീക്ഷ വെച്ചിട്ട് അതിന്റെ മണ്ടേ 3ാമത്തെ നില കയറി പോയച്ച് ഈ കഥയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നിനക്കറിയാവോ നീ അവിടെ നിന്ന് വരണമായിരുന്നു എന്റെ കൂടെ. അവനൊന്ന് എഴുതുന്ന കലാകാരനല്ലേ, അവനെ അങ്ങനെ പറഞ്ഞ അവന്റെ മൈൻഡ് പോത്തില്ലേ, പിന്നെ അവൻ എഴുതാൻ പറ്റുമോ? ഇനി നല്ല അവൻ എന്തുവാടാ ഒരു കോപ്പി അടിച്ചല്ലേ എഴുതുന്നത്? അതുപോലെ കഥ എഴുതാനാണെങ്കിൽ നിനക്ക് എഴുതൊക്കത്തില്ലയോ? നിങ്ങൾക്ക് എഴുതൊക്കത്തില്ലയോ? പോട്ട് വിട്, ടെൻഷൻ ആവാതെ. നീ എന്നാ വഴിയെന്നുള്ള ആലോചിക്കും. ആടാ മോനെക്കുട്ടാ, നീ എവിടെയാ? ആഹാ ആടാ പുതിയ വർക്കൊന്നും തുടങ്ങാറായിട്ടില്ല. പക്ഷെ നമുക്കൊരു സ്ക്രിപ്റ്റ് ആവശ്യമുണ്ടോ?
എടാ അന്ന് വായിച്ചൊരു സ്ക്രിപ്റ്റിലടാ, ഒരു നല്ല സ്ക്രിപ്റ്റ്. അവിടെ നമുക്ക് അങ്ങ് വർക്കൗട്ട് ആക്കിയാലോ? പേര് വരുമെന്ന് വെച്ചാൽ എടാ ഞാൻ ഉള്ള കാര്യം പറയാം. ഇപ്പം നിന്റെ പേര് വെച്ചുള്ള ഒരു സ്ക്രിപ്റ്റൊക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആൾക്കാർ കയറൂല. ഓൾറെഡി എടാ നിനക്ക് കാശ് കിട്ടിയ പോരെ? കാശ് ഞാൻ തരാം, കാശ് തരാം. അത് ആദ്യം ഞാൻ ഒരു അഡ്വാൻസ് തരാം നിനക്ക്. അതിന് ശേഷം നമുക്ക് വർക്കൗട്ടായിട്ട് അതിൻ്റെ ബാലൻസ് കാശ് ഞാൻ തരാം കേട്ടോ. ഓക്കെ ആണോ നീ? എടാ നീ ഒന്ന് സമ്മതം മൂള്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ഒരു സിനിമ നീ ഇത്ര കഷ്ടപ്പെട്ട് എഴുതി, അത് പുറത്തിറങ്ങണ്ടേ? അല്ലാണ്ട് വീട്ടിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? എമൗണ്ട് ഞാൻ വന്നിട്ട് സംസാരിക്കാം കേട്ടോ. കുറേ സെറ്റാക്കി വെക്ക്. എടാ നിനക്ക് അതിൻ്റെ അകത്ത് അത് വേണ്ട രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യാം. ഞാൻ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? എന്നാ ശരി എന്നാ. ഞാൻ അങ്ങോട്ട് വരാം. വരാം. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. അവനെ ഞാനിന്ന് കാണിച്ച് കൊടുക്കും. നമ്മുടെ താണ് കളി. എടാ നൻപ, നീ എന്തായാലും അവനെ വഴക്ക് പറഞ്ഞ് മോശമായിപ്പോടാ. അത്രയ്ക്ക് അവനെ വഴക്ക് പറയേണ്ട കാര്യമില്ലായിരുന്നു. നീ എൻ്റെ കൂടെ ആ സമയത്ത് അവിടെ വരണമായിരുന്നു. എനിക്കറിയാം ഒരു കൊച്ചി ചേർക്കാൻ എന്നെ കുറിച്ച് വഴക്ക് പറഞ്ഞത് അറിയാം നിനക്ക്? നാണം കെട്ടാ ഞാൻ ഇവിടുന്ന് ഇറങ്ങി വന്നത്. എന്റെ സുബു, നീ മുത്തോണ്ണ പറയണെന്ന് കേൾക്കുക. അന്നില്ലെങ്കിൽ നിന്റെ നൻപനല്ലേ? നീ പറഞ്ഞത് ശരിയായില്ല. എല്ലാ അവിവേകം കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അവ എവിടെ പോകാനാ? 9:30 വരും, 6 മണിയാകുമ്പോൾ. എടാ നമ്മൾ ഈ പത്രം തുറന്നാലും ടി വിയിലൊക്കെ നമ്മൾ കാണുന്ന എന്തുവാ? പെട്ടെന്ന് ഒരാൾ വഴക്ക് പറഞ്ഞു, സുഹൃത്ത് വഴക്ക് പറഞ്ഞു, അമ്മ വഴക്ക് പറഞ്ഞു, മക്കൾ പോയി തൂങ്ങി ചത്തു, വണ്ടിയുടെ ഇടയിൽ പോയി, ട്രെയിനിൻ്റെ ഇടയിൽ പോയി ചത്തു എന്ന വാർത്തയല്ലേ നമ്മൾ സ്ഥിരം കേൾക്കുന്നേ അല്ലേ? അവനങ്ങനെ എന്തെങ്കിലും അവിവേകം കാണിച്ചാലോ? അപ്പൊ അങ്ങനെ എങ്ങും പോകത്തൊന്നുമില്ല. നീ തൂങ്ങും, അത്രേ ഉള്ളൂ. എന്റെ സുബു, നീ മുത്തോണ്ണ പറയണ കേട്ടോട്ടോ. മുത്തോണ്ണ അത്രയും ലോകപരിചയമുള്ള ഒരാളാ അല്ല മുത്തോണ്ണ? പിന്നെ എടാ നമ്മുടെ ജീവിതത്തിലെ 15-20% മാത്രമേ നമ്മൾ സ്കൂളിൽ നിന്നും പുസ്തകത്തിൽ നിന്നും പഠിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ശതമാനങ്ങൾ മൊത്തം നമ്മൾ അനുഭവത്തിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. ഞാൻ പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചില്ലെന്നേ ഉള്ളൂ, പക്ഷെ ജീവിതം നല്ലോണം പഠിച്ചിട്ടുണ്ട്. പുള്ളിയോട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, IIT റൂർക്കിയിൽ. എന്റെ മുത്തോണ്ണ, നിനക്ക് ഇത്ര ബുദ്ധി ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പോഴും മനസ്സിലായത് കേട്ടോ. ഇതൊക്കെ നീ എന്തൊക്കെ കാണാൻ കിടക്കുന്നു? അതെ നീ എന്തൊക്കെ കാണാതിരിക്കുന്നു. കൊടകന്മാരെയൊക്കെ പുള്ളി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ സമയം. കൊടകന്മാരുടെ കടയൊക്കെ വിട്. പോയവൻ ചാവാതെ വല്ലതും വിളിച്ചവനെ വരുത്താൻ നോക്കി. അവൻ ചത്ത നിന്റെ പടലേക്ക് ഇരിക്കും. നീ ഒരു കാര്യം ചെയ്യും, അവന് ഫോണില്ലേ? എടാ നളിനെ, നീ ഫോൺ വെച്ചിട്ട് പോടാ. എടാ ഇന്ന് ദേവച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, ജീവിച്ചിരിപ്പുണ്ട്. ഫോൺ എടുത്ത് നീ വിളിച്ച് പറ, എനിക്ക് ദേഷ്യമൊന്നുമില്ല. അപ്പൊ വീട്ടിലോട്ട് വരാൻ പറ. ഇപ്പൊ വേണ്ട, ഇപ്പൊ പറഞ്ഞ ഇച്ചിരി ജാടായി പോവും. സുബു, നീ വെറുതെ വാശി പിടിക്കാൻ നിൽക്കണ്ട. അവൻ വല്ലതും ചെയ്തേ നീയാ തൂങ്ങാൻ പോണത് കേട്ടാ. അവ ഇങ്ങി വന്നോളും. നിങ്ങൾ അവരുടെ കാര്യം നോക്കണ്ട. അവ ഫോൺ എടുത്തല്ലോ, എനിക്കറിയാം. എടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് നീ കുറച്ചു നേരം കൂടെ നിന്നെ ഉപദേശിക്കണമെന്ന് ആഗ്രഹമുണ്ടാ. എല്ലാവരും ഉണ്ടല്ലോ. പിന്നെ എൻ്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നായിരിക്കും അല്ലേ? എന്നാ കേട്ടോ, ഇത് ഞാൻ പണ്ട് എഴുതിയൊരു സ്ക്രിപ്റ്റാണ്. ഞാനിപ്പോൾ പൊടി തട്ടി എടുത്ത് ഇത് നിങ്ങളൊന്ന് കേട്ട് നോക്കണം. എല്ലാവരും ഒന്ന് കേട്ട് നോക്കണം. എൻ്റെ കഴിവ് എന്താണ് എന്നുള്ളത് ഇവനെ ഒന്ന് എനിക്ക് അറിയിച്ചു കൊടുക്കണം. ഞാൻ പറയൂട്ടോ, സ്റ്റോറി ഞാൻ പറയുക. ഇത് വേണ്ട, സ്റ്റോറിയുടെ ആവശ്യം. കഥ പറയാൻ, എൻ്റെ സ്റ്റോറി പറയാൻ എനിക്ക് ഇത് നോക്കേണ്ട കാര്യമില്ല. അതായത് ഈ സംഭവം നടക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ ഒരു ഗ്രാമീണ പ്രദേശം. ഇവിടെ നടക്കുന്ന സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇതൊരു പ്രതികാരത്തിൻ്റെ സ്റ്റോറിയാണ്. അതായത് ഇതിൻ്റെ നായക നടൻ ശരിക്കും ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു നല്ല കുടുംബസ്ഥനായിട്ട് ജീവിച്ചു പോകുന്ന ഒരു നായക നടൻ. അവനൊരു ചെറിയ പെങ്ങള് കുട്ടിയുണ്ട്. അപ്പം ഈ പെങ്ങള് കുട്ടിയുടെ പുറകെ ഒരുത്തൻ ശല്യം ചെയ്യാനൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം ഇവളെ കാണാനില്ല. നമ്മൾ മനസ്സിലായോ? അപ്പം അതിനെ തുടർന്നുണ്ടാകുന്ന ചെറിയൊരു പ്രതികാരത്തിൻ്റെ ഒരു കഥയാണ്.